ഇംതിയാസ് തന്നെ ഈ തീ കത്തിയ സമയത്ത് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവെച്ചാണ്. അതിനുശേഷം എനിക്ക് ഓർമ്മയുണ്ട് അവിടുത്തെ ഈ സാധന സാമഗ്രികളൊക്കെ കത്തി നശിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ. അപ്പോൾ അവിടെ വന്നവർ എത്ര ദിവസം കൊണ്ട് ഇത് പൂർത്തിയാകുമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ കുറച്ച് ദിവസം കൊണ്ടാകും, പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ട്. പക്ഷെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. എന്തുകൊണ്ടാണ് മന്ത്രി തന്നെ അവിടെ വന്ന് പറഞ്ഞാണ് ഇത് അധികം വൈകാതെ തന്നെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ ശരിയാകുമെന്ന്? എന്താണ് ഇത്ര ഡിലേ? ദിവിഷ് മണി, മാധു സജി, കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായെന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ 2 മാസം പിന്നിടുകയാണ്. മെയ് 2-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ PMSSY ബ്ലോക്കിൽ തീപിടുത്തം ഉണ്ടാവുന്നതും അത് വലിയ പ്രശ്നത്തിലേക്കുമൊക്കെ പോകുന്നത്. പക്ഷേ ഈ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമന്ത്രി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, കൃത്യം 3 ദിവസത്തിനുള്ളിൽ പരമാവധി എല്ലാം ശരിയാക്കി കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമാക്കുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. ഞാൻ കുറച്ച് 1-2 കാര്യങ്ങൾ കൂടെ പറയാം. അതായത് ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് ആ ബ്ലോക്കിലുണ്ടായിരുന്ന MRI സ്കാൻ മെഷീൻ, കാർഡിയോ വാസ്കുലർ തൊറാസിക് സർജറി, ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം തുടങ്ങിയവയിലെ കുറച്ച് ഉപകരണങ്ങൾ കൂടെ അന്ന് കത്തി നശിച്ചിരുന്നു. എന്നാൽ അത് കത്തി നശിച്ചു എന്നല്ലാതെ ആ ഉപകരണങ്ങൾ ഇനി എങ്ങനെ അവിടെ മാറ്റി സ്ഥാപിക്കാം, എത്രോളം ഉപകരണങ്ങൾ പുതിയത് കൊണ്ടുവരാമെന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയുമില്ല. അതിനു മുൻപ് ആ PMSSY ബ്ലോക്ക് പ്രവർത്തന സജ്ജമാക്കണമെങ്കിൽ അവിടെയുള്ള നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ വയറിംഗ് സംബന്ധമായ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കണം. അതിനായിട്ട് ഇപ്പോൾ അവിടെ ഈ HLL ഹൈറ്റ്സിന്റെ നേതൃത്വത്തിൽ അവരാണ് ആ PMSSY ബ്ലോക്ക് ഉണ്ടാക്കിയത്. 195 കോടി രൂപ ചെലവിലാണ് അത് ഉണ്ടാക്കിയത്. അവർ തന്നെ അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മുഴുവൻ നിലകളിലെയും വയറിംഗ് സംബന്ധമായ മുഴുവൻ പ്രശ്നങ്ങളും തീർക്കണം. അതായത് ലളിതമായി പറഞ്ഞാൽ അവിടെ ഓരോ ചുമരിലുമുള്ള സ്വിച്ച് ബോർഡുകളടക്കം അഴിച്ചുമാറ്റി അതിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കണം. അങ്ങനെ പ്രശ്നങ്ങൾ തീർത്തതിന് ശേഷം അവിടെ PWDയുടെ പരിശോധന നടത്തണം. ആ പരിശോധന കൊണ്ടും തീർന്നില്ല. ആ പരിശോധനയും കഴിഞ്ഞാൽ പിന്നീട് അവിടെ നടക്കേണ്ടത് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തിന്റെ പരിശോധനയാണ്. അങ്ങനെ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം പരിശോധന നടത്തിയതിന് ശേഷം ഫയർ ഓഡിറ്റ് നടത്തണം. ബീച്ച് ഫയർ സ്റ്റേഷനിലെ ആളുകൾ വന്ന് ഫയർ ഓഡിറ്റ് നടത്തിയതിന് ശേഷം മാത്രമേ അവിടെ ആ കെട്ടിടത്തിന് ഇനി NOC വീണ്ടും ലഭിക്കുകയുള്ളൂ. NOC ലഭിച്ചാൽ മാത്രമേ ആ പ്രവർത്തന സജ്ജമാക്കാനും കഴിയുകയുള്ളൂ. അങ്ങനെ പ്രവർത്തന സജ്ജമാക്കിയാൽ പോലും ഇനി അവിടെ അത് തുടർന്നും പ്രവർത്തിക്കണമെങ്കിൽ കത്തി നശിച്ച ഉപകരണങ്ങൾ കൂടെ പുനഃസ്ഥാപിക്കണം. നേരത്തെ UPS മുറിയിലെ സാമഗ്രികളെല്ലാം ബാറ്ററി അടക്കമുള്ള സാമഗ്രികൾ കത്തി നശിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടാകുന്നത് 2 മാസം പൂർത്തിയായിരിക്കുന്നു. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനു വേണ്ടിയുള്ള സംവിധാനമാണ്? ജനങ്ങൾ ഇപ്പോൾ കോഴിക്കോട് മേഖല എന്ന് പറയുന്നത് ഉത്തര കേരളത്തിന് മുഴുവൻ ആരോഗ്യ സംവിധാനത്തിന്റെ നട്ടലാണ്. അതെ, അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ചുരമിറങ്ങി ഓടി വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒക്കെ പറയുന്നുണ്ടായിരുന്നു, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചില്ലേ, അവിടെ ഒരു കുട്ടി പാമ്പ് കടിച്ച് അതിന് അപകടം വന്ന സമയത്ത് പെട്ടെന്ന് ഈ മേഖലയാകെ ശുദ്ധീകരിച്ചില്ലേ എന്നുള്ളതൊക്കെ. പക്ഷെ തിരിച്ച് താഴേക്ക് വരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ. ആ യാത്രയിൽ തന്നെ എത്ര മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പകരം സംവിധാനം എന്ന നിലയ്ക്ക് പോലും പ്രവർത്തിക്കുന്ന മേഖലയിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതിനാണ് കാലതാമസമെങ്കിൽ മറ്റെന്താണ് നമുക്ക് കാര്യക്ഷമതയോടെ ചെയ്യാൻ കഴിയുക?